അപ്പോൾ ഫ്രണ്ട്സ്, ഇവനെ ഞായറാഴ്ച തോറും കുളിപ്പിക്കുന്നതല്ലേ. അപ്പം ഞങ്ങളിന്ന് ഇതേ ഷാമ്പു ഇട്ട് ഒന്ന് പതപ്പിച്ച് ചൂടുവെള്ളത്തിൽ ഇവനെ തുടച്ചെടുക്കണം കേട്ടോ. തുടച്ചെടുക്കാൻ പറഞ്ഞു ഡോക്ടർ. തുടച്ചെടുക്കുന്ന അപ്പോൾ അവനെ തുടച്ചെടുക്കുന്ന കേട്ടോ, കുളിപ്പിക്കുന്നില്ല, തുടച്ചെടുക്കുന്ന. അവന് ഇപ്പോൾ ഓക്കെയാണ്, ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ സീരിയസ് അല്ലല്ലോ, ഡോക്ടർ ഒന്ന് ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, ഇപ്പോൾ നാളെ വരുള്ളൂ, നാളെ വന്നിട്ട് ഒന്നും കൂടെ നോക്കും. ഇപ്പോൾ അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അവനിപ്പോൾ കുഴപ്പം ആ കയ്യിലെ ഒരു മുറിവ് പോലെ വന്നില്ലേ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആൻറ്റിബയോട്ടിക് നിർത്താൻ പറഞ്ഞു. ഞങ്ങൾ നിർത്തി. അപ്പോൾ അത് ഇത്തിരി ഉണങ്ങി വന്നതായിരുന്നു, അത് ഇച്ചിരി ഒന്ന് കൂടി. അല്ലാതെ അവന് കാലിലൊന്നും ഇപ്പോൾ ഡിസ്ബാലൻസോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഓക്കെ ആയി. കൊച്ച് ഓടാനും ചാടാനൊക്കെ തുടങ്ങി, ഫുഡൊക്കെ നല്ലവണ്ണം കഴിക്കാൻ തുടങ്ങി, വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. ഇന്ന് ചിക്കനും ചോറൊക്കെ കഴിച്ചു. ഇപ്പോൾ ഒന്ന് തുടച്ചെടുക്കുന്ന അച്ഛ നല്ലതാണ്. അതേത് കണ്ടോ, ഷാമ്പൂ ഇട്ട് പതപ്പിച്ച് ചൂടുവെള്ളത്തിൽ അങ്ങനെ ഒന്ന് കുളിപ്പിക്കാതിരിക്കാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ ഡോക്ടർ. അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്യുന്നു. പൊന്നോ എടാ അവിടെ ഇരിക്കും പൊന്നോ. നിന്നെ കണ്ടോണ്ട് അവൻ ഈ ഓടുന്നത്. തുടക്കാൻ സമ്മതിക്കാതെ. തുടക്കട്ടെ പൊന്നാ. അയ്യേ, നാളെ ഡോക്ടർ നോക്കുമ്പോൾ എന്താണ് ഡോക്ടർ മസാജ് ചെയ്യാൻ പറഞ്ഞാണ് ചൂടുവെള്ളത്തിൽ. ദോറോ 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 ദറോ 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 തുടച്ചെടുക്കാനാണ്. ശരിക്കും കൈയുടെ അവിടെ സൂക്ഷിക്കണേ അച്ചു. കൈ അവന് നിൽക്ക ശരിക്കും കാലൊക്കെ കൈ നോക്കണ്ട, അപ്പുറത്തെ കൈ നോക്കരുത്. എത്ര പേരാണ് ഒന്ന് അത് ചൂടുവെള്ളത്തിൽ ഷാമ്പൂ ഇട്ട് പതപ്പിച്ച് വേണ്ട നോക്കുന്നത് കഴുത്തിൻ്റെ അവിടെയൊക്കെ. ശരിക്കും വാലൊക്കെ പൊക്കിയിട്ട് അത് ചെയ്തുകൂടെ അച്ചു. ഇത് വേണ്ടോ, ഇത് കയ്യിൽ തേച്ച് കൊടുക്കാനാണ്. പക്ഷെ മുറിവും അവൻ നിൽക്ക. അതൊക്കെ തേച്ച് കൊടുക്കണേ കേട്ടാ. അപ്പോൾ ഇത് പുരട്ടി കൊടുത്തു കേട്ടോ. ആ മുറിവുള്ള അടുത്തേ അവന് ഒരു അലർജി വന്നില്ലേ അവിടെ. ഇനിയിപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങളെ ഫോൺ വിളിച്ച് പറഞ്ഞു തിങ്കളാഴ്ച വരുള്ളൂ. അയാളുടെ വൈഫേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൈഫിനെ ഞങ്ങൾ കാണിക്കാറില്ല, അയാളെ കാണിക്കാറുള്ളൂ. അപ്പോൾ വൈഫ് ഉള്ളതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ അവിടെ പോയില്ല. വൈഫും ഡോക്ടറാണ്, പോയില്ല. ഡോക്ടർ തന്നെ തരുന്ന മരുന്ന് നോക്കുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങളോട് തൽക്കാലം പുരട്ടി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിന് നാളെ വരും. ഇന്ന് വൈകുന്നേരം അദ്ദേഹം വരും, നാളെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പെട്ടെന്ന് ഞങ്ങളോട് വരാൻ പറഞ്ഞു, എന്നിട്ട് പെട്ടെന്ന് തന്നെ എവിടെയോ പോയി. അങ്ങനെ ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്തോ അത്യാവശ്യം ഉണ്ടായിരുന്നു, പോയി. എന്നറിയാമോ, ഇല്ല ഈ മരുന്ന് പുരട്ടി കൊടുത്ത് നക്കിപ്പോവും കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ വാ. അപ്പോൾ സ്ട്രീറ്റ് പപ്പീസായിട്ടുള്ള വലിയ കണക്ഷൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കണം കേട്ടോ. അതുകൊണ്ടാണ് വേണ്ട. ഇപ്പോൾ ഓക്കെ ആയി, ആരും പേടിക്കൊന്നും വേണ്ട, നല്ല ഓക്കെ ആയി കേട്ടോ. ഫുഡൊക്കെ ഇപ്പോൾ നല്ലോണം കഴിക്കണ്ട്, വെള്ളമൊക്കെ കുടിക്കണുണ്ട്. അത് കാല് വന്ന് നിൽക്കുന്ന കേട്ടോ. കാല് നിൽക്കണമെങ്കിലും പിന്നെ പുറത്തെ പപ്പീസായിട്ടുള്ള പുറത്തെ പപ്പീസ് ഉള്ളിടത്ത് കൊണ്ടുവന്ന് നിർത്തരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു വൈറസൊക്കെ പടർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീസണാണെന്ന് പറഞ്ഞു. ഇവന് വീണ വന്നിരിക്കണം. ഇവനും വയ്യ കാലൊന്നും. ഹലായിച്ചോ. പിന്നെ ക്ലിനിക്ക് കാണിച്ചു തരാം. ഇപ്പോൾ അത് അടച്ചിട്ടേക്കെന്നാണ് ക്ലിനിക്ക്, ഡോക്ടറില്ല. ഇതാണ് ഡോക്ടറിൻ്റെ ക്ലിനിക്ക് കേട്ടോ. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റാണ് ശരണ്യ കണ്ടോ, ശരണ്യ വെറ്റ്. ഇത് ഡോക്ടർ ഇരിക്കുന്ന മോന് കേട്ടോ. ഇതാണ് ഫ്ലാറ്റ്. ഇതാണ് ഡോക്ടറിൻ്റെ. ഇത് ആയിട്ടേക്കുന്ന ഡോക്ടറില്ല, പോയിരിക്കണ്ടോ ശരണ്യ. ആണ് ഞങ്ങളുടെ ഗേറ്റ്. ഇത് കണ്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ ഗേറ്റ്. ഗേറ്റിൽ നിന്ന് അടുത്താണ് കേട്ടോ. അത്രയേ ഉള്ളൂ ദൂരം കേട്ടോ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ഡോക്ടറിൻ്റെ. ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതിൻ്റെ മുകളിലെ ഫ്ലാറ്റ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ഏതോ മീറ്റിങ്ങിനോ എവിടെയൊക്കെ പോയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരും. അപ്പോൾ നാളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇതാണ് ഞങ്ങളുടെ ഗേറ്റ് കണ്ടു. ഇത്രയേ ഉള്ളൂ ഡിസ്റ്റൻസ്.
ഇതാണ് ഞങ്ങളുടെ ഗേറ്റിൻ്റെ അവിടെ നിന്ന ഡോക്ടറിൻ്റെ ചേംബർ ഇതാണ്. അപ്പോൾ അവന് ഓക്കെ ആയി. അച്ചച്ചീകിയൊക്കെ കൊടുത്തു. പിന്നെ മോൻ എങ്ങനെയാണെന്നുള്ളത് കേൾക്കാൻ വേണ്ടിയും കാണാൻ വേണ്ടി ആകാംക്ഷിച്ചിരിക്കുന്ന കുറേ ഫ്രണ്ട്സില്ലേ, അവർക്ക് വേണ്ടിയാണ്. ഓക്കെയാണ്, പെർഫെക്റ്റ്ലി ഓക്കെ. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, നല്ല ഓക്കെയാണ്. ആ കയ്യുടെ ആ ഒരു അലർജി മാത്രമേ ഉള്ളൂ. അത് ഇനി ഡോക്ടർ വന്നിട്ട് മരുന്ന് മാറ്റി തരും കേട്ടോ. അതാണ് കണ്ടോ. അപ്പോൾ മോനെ കാണാൻ ആഗ്രഹിക്കുന്നവർ, ആകാംക്ഷിച്ച് മോനെ എങ്ങനെയാണെന്നൊക്കെ ഇരിക്കുന്നവരൊക്കെ ഇല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ. കണ്ടോ ഓട്ടവും ചാട്ടമൊക്കെ ആയി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഓട്ടവും ചാട്ടമൊക്കെ. മോനെ ഓക്കെ ആയി കണ്ടോ. ഓക്കെ ഓക്കെ, നല്ല ഓക്കെ ആയിട്ടോ. ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി, വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. അയ്യോ ദേ കണ്ടോ കണ്ടോ, നല്ല ഓക്കെ ആയി കേട്ടോ. കണ്ടല്ലോ, എല്ലാവരും ഓടിക്കാണിച്ചു തന്നതാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ ഓടിപ്പിച്ച് കാണിച്ചു തന്നതാണ് എല്ലാവരും. കണ്ടല്ലോ, അവൻ ഓക്കെ ആയി എന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഓടിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ ആ കൈയുടെ ഒരു അലർജി മാറിയാൽ മതി. അത് നാളെ ഡോക്ടർ വന്നിട്ട് മരുന്ന് മാറ്റിത്തരും. അതുവരെ ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ടെന്ന് നിർത്താൻ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മരുന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നക്കും, അതാ ഒരു പ്രശ്നം. പിന്നെ ആയുർവേദ ഓയിൽ തേച്ച് കൊടുത്താലും നക്കും അവൻ. ദൈവം അച്ഛൻ്റെ പറക കേട്ടോ. പിന്നെ ചിക്കനും ചോറൊക്കെ കഴിച്ചു. 2 ദിവസം ഞങ്ങളെ തീ തീറ്റിച്ചു കള്ളക്കുട്ടൻ. ആ ബാ പോവാ ബാ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.